കനക ഡാ ഒന്നും വന്നേ. ജമന്തിനൊക്കെ കൂടി ഒന്ന് വിളിക്കാം. ജമന്തിനെ അമ്മാവനെയും വിളിക്കാൻ. ഇല്ല, എല്ലാരും വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. അവളെവിടെ? ആദ്യമായിട്ട് കാണണോ? അവിടെ നിക്ക്. എന്താ ഇനി ശ്രദ്ധിച്ച് കേട്ടോളണം, കണ്ടോളണം. കണ്ടില്ല കേട്ടില്ല എന്ന് ഇനി എന്നോട് പറയരുത്. കേട്ടല്ലോ? തങ്കം പൈസ മേടിച്ചാൽ തിരിച്ചു തരില്ല എന്നൊരു ഭാവം നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഞാൻ അന്ന് എത്ര രൂപ നിന്റെ മേടിച്ചത് കടം? എന്നാണ് പണ്ട് വല്ലാണോ അതോ? പണ്ടത്തത് ഞാൻ കണക്കിൽ കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കാറ്ററിംഗ് തുടങ്ങാൻ മേടിച്ചത് എത്രയാന്ന്? പണ്ടത്തെ അവിടെ ഇപ്പൊ തരാൻ പോകണ. നീ എത്ര രൂപ മേടിച്ചതെന്ന് പറ, ഓർമ്മയുണ്ടോ? 5000 രൂപ. എനിക്ക് എപ്പോഴും ഓർമ്മയാണല്ലോ. ആണല്ലോ. എണ്ണ എത്രയുണ്ടെന്ന് പറ. 1 2 3. തീർന്നല്ലോ. ആ കടം തീർന്നല്ലോ. അപ്പൊ ബാക്കി 4000? 1000 കടം തീർന്നില്ലേ? ഇനി 4000 അല്ലേ ഉള്ളൂ. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് 1000 രൂപ വെച്ച് അങ്ങ് കൊടുത്ത് തീർക്കും. ആ മൊത്തം തന്നേന്. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ 1000 രൂപ പിടിക്കേ. നാളെ ഇതേപോലെ ഈ സമയമാകുമ്പോ 1000 രൂപ കൂടി കൊണ്ടുതരും. വലിയ ജാടൊന്നും കാണിക്കണ്ട. വേണേ പൈസ വെച്ചോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നാ മതി. നമുക്ക് ഉറങ്ങാൻ പറ്റൂല മോനെ, കടം കിടന്നാ. ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഞാൻ. സഹായിച്ചു തന്നെ എനിക്കൊന്നുമില്ലേ? നീ 2 അപ്പം എടുത്ത് തിന്നു. തങ്കത്തിന്റെ ഞാൻ അന്ന് പറഞ്ഞല്ലോ, പൈസ മേടിച്ചാ കറക്റ്റ് ആയിട്ട് തിരിച്ചു തരുമെന്ന്. ഇത് മേടിച്ചത് തങ്കവാ, ക്ലീറ്റോ അല്ല. സൂക്ഷിച്ചൊക്കെ ചെലവാക്കാൻ. ഓ കൊണ്ടോ കച്ചവടം ഓർഡർ ആയിരിക്കും. 50 ഉണ്ണിയപ്പവും. ഹലോ, അതെ അതെ. അനാവശ്യം പറയരുത് നിങ്ങള്. അങ്ങനെയൊന്നും പറഞ്ഞ കച്ചവടം നടക്കില്ല. മയത്തില് പറ. ഞാനല്ലേ ഉണ്ടാക്കിയത്. ഹലോ ഹലോ ഹലോ, അങ്ങനെ പറയല്ലേ. ഹലോ, രാവിലെ അപ്പം കൊണ്ടുപോയില്ലേ കടക്കാരനാ? അനാവശ്യം പറഞ്ഞ? അനാവശ്യമല്ല. അയാള് പറഞ്ഞു പൈസ തിരിച്ചു കൊടുക്കാൻ. എന്തിന്? അപ്പത്തിന് അപ്പടി ഉപ്പൊന്ന്. നമ്മള് രുചിച്ചു നോക്കിയപ്പോ കറക്റ്റ് ഉപ്പായിരുന്നല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ അത് അങ്ങനെ വരുന്നത്? കാശ് തരാണ്ടിരിക്കാൻ വല്ല കള്ളത്തരം പറയൂ. അപ്പൊ തിരിച്ചുകൊണ്ടിരാ. അവിടെ ഭയങ്കര പ്രശ്നം. നീ ഇത് എവിടെ വെച്ചാ ഉണ്ടാക്കിയത്? അടുക്കളയിൽ വെച്ച്. വേറെ ആരും വന്നില്ലല്ലോ ഇവിടെ? ഇല്ല. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ മാത്രം. നീ ഉണ്ടായിരുന്നു? അപ്പം കലക്കി വെച്ച പിന്നെ നീ എങ്ങനെ അറിയാതെ പോണ്ടോന്നിട്ടാ? നീ ദേഷ്യപ്പെടണ്ടടി. നീ രണ്ടാമത് ഇവിടെ ഇട്ടില്ലാന്ന് വിചാരിച്ചാലും ഇട്ടോ. ഞാനൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഞാനൊന്ന് രുചിച്ചു നോക്കിയപ്പോ കറക്റ്റ് ഉപ്പായിരുന്നു. അനാവശ്യം പറയരുത്. പിന്നെ എങ്ങനെ ഉപ്പ് വന്ന്? എന്തെങ്കിലും കുരുത്തക്കട ഒപ്പിക്കുകയാണെങ്കിൽ ക്ലീറ്റോ ആണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ക്ലീറ്റോ ചെയ്യില്ല. കാരണം അവനും ഇത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ. അവൻ തന്നെ പല ഓർഡറും പിടിച്ചിട്ടുള്ളതല്ലേ. ക്ലീറ്റോ എന്റെ പുറകില്. കഴിഞ്ഞ ദിവസേ ഇവര് അഡ്വാൻസ് തുക ക്ലീറ്റോന്റെ കയ്യിൽ വഴിയിൽ വെച്ച് കൊടുത്ത്, അത് എന്നിട്ട് അൻസാറിന് മറിച്ചു കൊടുത്തപ്പോ ഇവിടെ കിടന്ന് ഞാൻ ബഹളം ഉണ്ടാക്കി. അപ്പത്തേനും പറഞ്ഞ് നിനക്ക് നീ അത്ര വലിയ അഹങ്കാരം ഒന്നും കാണിക്കണ്ട, എന്താണ് ലൈസൻസ് ഇല്ലാതെ അല്ലേ നീ ഇത് നടത്തിക്കൊണ്ട് പോണത്, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? പൈസ തരാൻ നേരത്തെ നിന്നോട് ഞാൻ എന്താണ് പറഞ്ഞത്? നീ എന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ക്ലീറ്റോ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ക്ലീറ്റോ അഡ്വാൻസ് മേടിച്ചിട്ട് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എടാ അത് 2 ദിവസത്തിനകം മടക്കി തരാന്നും പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ലടാ കനക ഇവൻ നീ ക്ലീറ്റോ ഇങ്ങനെ പോയി മേടിച്ചു. പോട്ടെ, അവൻ പറഞ്ഞതാ സ്വന്തം ഭാര്യ അടുത്ത് പറയാ നിന്റെ ലൈസൻസ് ഇല്ല എനക്ക്, നിന്നെ കേസ് ഇവിടത്തെ. അവനോ ജോലി എടുത്ത് ജീവിക്കില്ല, മറ്റൊരു ജോലി എടുത്ത് ജീവിക്കുകയാണെങ്കിൽ അതിന് സമ്മതിക്കില്ല. വിളിച്ചേടാ നിന്റെ ഫോണിൽ നിന്ന്. വിളിക്ക് നിന്നെ പറഞ്ഞാൽ മതി.
നിന്നോട് ഞാൻ പറഞ്ഞതാണ്, അവൻ ഇല്ലാത്തത് കൊണ്ടാണ് നിനക്ക് ഞാൻ ഈ പൈസ തന്നത്. നീ തരില്ലായിരുന്നു. കടക്കാരനോട് പറയാറുന്നില്ലടി എന്റെ കയ്യിൽ എന്നെ കാശ് തരണം, വേറെ ആർക്കും കൊടുക്കരുതെന്ന്. എന്റെ ഭർത്താവാണെന്നല്ലേ നാട്ടുകാർ മുഴുവൻ വിചാരിച്ചോണ്ടിരിക്കണത്. അത് പോട്ടെ, ഈ തെണ്ടിത്തരം കാണിച്ചാടാ. അവൻ എന്ത് വൃത്തിയുടെ പരിപാടി കാണിച്ചത്? അവനായിട്ടാ ജോലിക്ക് പോവില്ല. ഇത് ഞാൻ ചോദിക്കും, ഇങ്ങോട്ട് വരട്ടെ. ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുക, അവള് നോക്കുമ്പോ അതിനകത്തോട് ഉപ്പിട്ട് കലക്കുക. മനസാക്ഷിയുള്ള ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പൊ ഈ ചെയ്തത്. നീ ഇപ്പോഴും മനസ്സിലായില്ല. അനുഭവിക്കടി, അനുഭവിക്കേ. നിനക്ക് മനസ്സിലായല്ലോ, ഇത്ര നാളെ എനിക്ക് മനസ്സിലായല്ലോ അവനെ. ഇതിന് ഞാൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പറയണ പോലെ ഞാൻ ചെയ്യും. നിങ്ങൾ പറയണ പോലെ ഞാൻ ചെയ്യും. പറഞ്ഞോ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് വേണം ഇങ്ങനെ. അടിച്ചിറക്കി ഞാൻ അവനെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലീറ്റോയിനെ അടിച്ചിറക്കി ഞാൻ. വേണ്ട ഏട്ടാ, എന്താ വേണ്ട? ക്ലീറ്റോ ചേട്ടനെ ആരും കുറ്റപ്പെടുത്തണം. വേണ്ട, കള്ളികൾ ഇവിടെ തന്നെ ഉണ്ട്, പറഞ്ഞു കൊടുക്കാം. എന്തോന്ന്? നമ്മളിവിടെ കളിച്ചോണ്ടിരുന്നില്ലേ, ഇവള് പറഞ്ഞു ഇവൾക്ക് അപ്പം ചുടണോന്ന്. ഞാൻ അപ്പം ചൂടാൻ വേണ്ടി മാവ് എടുത്തപ്പോ എന്റെ കൈ എടുത്തിട്ട് ഉപ്പ് മാവി വീണമ്മ. ചെയ്യോ ചെയ്യോ ഇനി? കയ്യിലൊരു നയ പൈസ ഇല്ല. ഇതെന്തിനാ കൊച്ചു കരയണേ? ഒന്നുമില്ല. തട്ടി വീണതാ. ആ, കളിക്കുമ്പോ വീഴാതെ കളിക്കണ്ടേ. അളിയോ, എല്ലാരും ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കണം. ഇത് 2000 രൂപ ഞാൻ എൻ്റെ ഭാര്യയുടെ കടം മറിച്ചതാ. ആ കടം ഞാൻ വീട്ടുകയാണ്. എല്ലാവരും കണ്ടല്ലോ അമ്മ, എല്ലാവരും കണ്ടല്ലോ. എന്റെ പറച്ചിലേട്ടാ, നീ എന്തോ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. എടേ, ഞാൻ എൻ്റെ ഭാര്യയുടെ ചെറിയൊരു സാമ്പത്തിക ഇടപാട് അത് തിരിച്ചു കൊടുത്തതിന് നിങ്ങളൊക്കെ ഒന്ന് സാക്ഷി നിർത്തി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ സംഭവമൊന്നുമില്ല. ഇത്രയുണ്ടോ? ഇതേത് പൈസ? ഇതാണ് അൻസാറിന്റെ. അഡ്വാൻസ് കൊടുത്ത പൈസ അവൻ അൻസാറിന് കടം കൊടുത്തത് ഇപ്പൊ കിട്ടി. കണക്കിന് ശുദ്ധനവൻ.